എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിശാൽ മെഗാ മാർട്ടിലാണ്. സ്പോട്ട് വന്നിട്ടുള്ളത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ വിശാൽ മെഗാ മാർട്ട്. അപ്പോൾ ഇനി ഉള്ളിത്തെ വിശേഷം കാണാം. കടയുടെ ഇനോഗ്രേഷൻ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. ബില്ലിംഗ് കൗണ്ടറിലാണെങ്കിൽ നല്ല തിരക്കോ റഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കടയുടെ പേര് പോലെ തന്നെ വിശാലമായിരുന്നു സ്ഥലങ്ങളെല്ലാതും. കുട്ടികൾക്കൊക്കെ വന്ന ഒരു ലോകം ഉണ്ടാവില്ല, അത്രയ്ക്ക് ഓടിയും ചാടിയും നടക്കാനുള്ള എല്ലാ സ്പേസും കടയിലുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഹോം അപ്ലയൻസിൻ്റെ സെക്ഷനായിരുന്നു. കടായി, പാൻസ്, മിക്സി, ഡിഫറെൻറ്റ് സൈസിൽ പ്രഷർ കുക്കേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നിങ്ങൾ എവിടേക്ക് ട്രിപ്പ് പോവുകയാണെങ്കിലും പല വെറൈറ്റീസ് ഓഫ് ഷൂട്ട് കേസുകളുണ്ട്. പിന്നെ ഇവിടെ അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷൂസുകളുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഫ്ലോറിലെത്തി വെറൈറ്റി ടൈപ്പ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മിക്സ്ഡ്, വാൾനട്ട്, പീനട്ട്, കാഷ്യൂനട്ട്, പിസ്ത, ആൽമണ്ട്, അങ്ങനെ പലതായി. പിന്നെ നമ്മൾ പൾസസിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പൾസസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഡെയിലി യൂസിൻ്റെ സെക്ഷനാണ്. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അതായത് സോപ്പ് പേസ്റ്റ് കാര്യങ്ങളൊക്കെ. തണുപ്പുള്ള രാജ്യങ്ങളിൽ വെക്കേഷനിൽ പോവുകയാണെങ്കിൽ അടിപൊളി ജാക്കറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2-3 കുർത്തീസും ചുരിദാറും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുന്നത്. പിന്നെ ഇവിടെ പലതരത്തിലുള്ള ഹാൻഡ് ബാഗ്സും പേഴ്സും വാളറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതിന്നൊരു കുഞ്ഞ് വാളറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോയും അത്യാവശ്യം പൈസയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വാളറ്റ് മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ ഈ സ്പോട്ട് ആരും മിസ്സാക്കണ്ട, എടപ്പാളിലെ വിശാൽ മെഗാ മാർട്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ബില്ലിംഗ് കൗണ്ടറിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലിംഗ് കൗണ്ടറിൽ. നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ബില്ല് ചെയ്യാൻ കൊടുക്കുക കേട്ടോ. കലോത്സവത്തിന് പ്രാക്ടീസ് കാരണമാണ് അതിൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല നമസ്കാരം.